ശോഭപറമ്പ് താനൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തില് ഈ പരിപാവനമായ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇങ്ങനെയൊരു പ്രഭാഷക എന്നൊരു വേഷം, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിലേക്ക് എന്നെ ഉയർത്തിയ അമ്മയുടെ എന്നോടുള്ള ഔദാര്യം, എന്നോട് കാണിക്കുന്ന വാത്സല്യം, സ്നേഹം, അതിനൊക്കെ ഞാൻ ഒത്തിരി നന്ദിയുള്ളവളാണ്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ സ്നേഹമുള്ള ഒരുപാട് സഹോദരങ്ങളെയും കുടുംബത്തെയും സഹോദരിമാരെയും ഒക്കെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. വളരെ സന്തോഷം. ഇത്രയും സ്നേഹമുള്ള, ഇത്രയും ഭക്തരായ ആളുകൾ ഈ ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും സ്നേഹം പങ്കിട്ടാലും മതിയാവില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പിന്നണി ഗായിക ആയിട്ട് ഒരു 10-47 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിലനിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു പ്രഭാഷക എന്ന നിലയിൽ ഒന്നും ഞാൻ ആയിട്ടില്ല. കാരണം ഈ നിൽക്കുന്ന സ്റ്റേജ് എത്രയോ മഹാരഥന്മാർ വന്ന് നിന്ന് ദൈവവചനങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേജാണ്. ഇതിൽ എനിക്കിന്ന് നിൽക്കാൻ സാധിച്ചതിനെ ഞാനൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. പിന്നെ ഞാൻ അവരുടെയൊക്കെ വാക്കുകളിലൂടെ, അവരുടെയൊക്കെ രചനകളിലൂടെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വാക്കുകളൊക്കെ ഞാൻ അവരുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട്, അവരോടുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് മാത്രം എനിക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം എൻ്റെ പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ സംസാരിക്കാൻ പോകുന്നത് ലളിതാ സഹസ്രനാമം അത് എങ്ങനെ നമ്മുടെ കൈകളിൽ ലിപികളായി എത്തി, ആ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് നമ്മുടെ ഭവനത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ. ഞങ്ങളുടെ ക്ഷേത്രത്തില് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടും എൻ്റെ ഹസ്ബൻഡാണ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം എന്നെ കല്യാണം കഴിച്ച സമയത്ത് എനിക്ക് ഹിന്ദു മതത്തെക്കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ അമ്പലത്തെക്കുറിച്ചോ എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷേത്രത്തിൽ ഞാൻ സ്ഥിരമായി പോകുമായിരുന്നു. അങ്ങനെ പോയി ഞാൻ തൊഴാനൊക്കെ പഠിച്ചു, പൊങ്കാല ഇടാൻ പഠിച്ചു, പ്രാർത്ഥന ചൊല്ലാൻ പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം നടന്നു. ദേവപ്രശ്നം നടന്ന സമയത്ത് ഞങ്ങളുടെ മുതിർന്ന കുറേ സ്ത്രീകൾ, ഞങ്ങളെല്ലാവരും അവിടെ നാരങ്ങ വിളക്ക്, ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നാരങ്ങ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനയുണ്ട് വെള്ളിയാഴ്ച തോറും. അപ്പോ ദേവപ്രശ്നം വെച്ചപ്പോൾ ദേവർഷികളൊക്കെ അവിടെ വന്ന ദൈവജ്ഞന്മാർ പറഞ്ഞു, നിങ്ങളുടെ ക്ഷേത്രത്തിൽ നിങ്ങൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിന് പകരം നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ മൺചിരാത് കൊണ്ടുവന്ന് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് ഇവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2008 ഇത് സംഭവിക്കുന്നത്. 2008 മുതൽ ഇന്നിപ്പോ 2024 ആകാൻ പോകുന്നത്. ഏതാണ്ട് 15-16 വർഷമായി ആ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തോറും ഈ ലളിതാ സഹസ്രനാമ പരമ്പര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഒരു വിളക്കെടുത്തിട്ട് അങ്ങനെ ചൊല്ലുന്ന ഒരു പതിവുണ്ട്. അതുകൂടാതെ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് ഞങ്ങളുടെ സ്ത്രീകളും കാണാതെയും നോക്കിയും ഒക്കെ ലളിതാ സഹസ്രനാമം ചൊല്ലും. പക്ഷെ ഞാനും ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുമായിരുന്നു. ഞാനിത് 15 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചൊല്ലിയത് കൊണ്ടാകാം ഞാൻ ഈ അമൃത ടിവിയുടെ പാടാം നേടാം പണം നേടാം എന്ന റിയാലിറ്റി ഷോയിൽ ഞാൻ പാടിയ പാട്ട് കേട്ടിട്ട് MG ശ്രീകുമാർ, ഞാൻ ഗാനമേളയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. ഞാൻ, ചിത്ര, MG ശ്രീകുമാരൊക്കെ ഞങ്ങൾ ഒരു സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഇപ്പോഴും ഈ നല്ല അനായാസന പാടുന്നു എന്ന് അവർക്ക് തോന്നിയിട്ട് അവരെന്നോട് ചോദിച്ചു, ആലിസ് എങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ നന്നായിട്ട് പാടുവാൻ സാധിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു പക്ഷേ കുറെ പേരെങ്കിലും ആ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, ഇതിനകത്തൊരു സയൻസും ഇല്ല. എൻ്റെ ഹസ്ബൻഡ് നായരായതുകൊണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഹിന്ദു ആയതുകൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് ക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമം ചൊല്ലും, വീട്ടിലും ലളിതാ സഹസ്രനാമം ചൊല്ലും. ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നൊരു ശ്വസനക്രിയയാണ്. ആ ശ്വസനക്രിയ ഒരു 40 മിനിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് ഞാൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞപ്പോൾ ഹിന്ദുവായി ജനിച്ച MG ശ്രീകുമാറിന് പോലും അത് അത്ഭുതമായിരുന്നു. അദ്ദേഹം അത് കേട്ടിട്ട് പോലുമില്ല പേര്. അപ്പൊ എന്നോട് വളരെ അത് ഡീറ്റെയിൽ ആയിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാനിത് ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ ഈ ലാസ്റ്റ് എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അമൃത ടിവിയിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആലിസ് പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ പഠിക്കുന്ന കുട്ടികളോട് എല്ലാവരോടും പറഞ്ഞു. സ്റ്റേറ്റ്സിലിരിക്കുന്ന ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇപ്പോൾ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ ആരംഭിച്ചു.
നമ്മുടെ കുട്ടികൾക്ക് ഇതിന്റെ മഹത്വം അറിയില്ല, നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇതിന്റെ മഹത്വം അറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് ക്ഷേത്രത്തിൽ വന്ന് നിന്ന് നമ്മളിത് പാടുമ്പോൾ അമ്മ എന്തോ നമുക്ക് തരുന്നു എന്നാണ്. പക്ഷെ അതല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പരിവർത്തനമാണ്. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അണുവിനും ഉണ്ടാക്കുന്ന അണുപ്രസരണമാണ് നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതിനാദ്യമായിട്ടൊരു കഥ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു പക്ഷെ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവുന്നുള്ള കഥയാണ്. ഒരിക്കൽ കാമദേവൻ ഭഗവാൻ ശ്രീ പരമേശ്വരനെ ശല്യം ചെയ്തു. അപ്പോൾ ഭഗവാൻ പരമേശ്വരന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം കാമദേവനെ ശപിച്ച സമയത്ത് കാമദേവൻ ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഭസ്മമായി മാറി. ഈ ഭസ്മം ഇങ്ങനെ തറയിൽ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും ചിത്രകാമൻ എന്ന് പറയുന്ന ഭഗവാന്റെ ഗണത്തിലുള്ള ചിത്രകാമൻ വന്നിട്ട് ആ ഭസ്മം എടുത്ത് ഒരു മനുഷ്യന്റെ രൂപം ഇങ്ങനെ ഉണ്ടാക്കി തറയിൽ. ഇത് ഭഗവാൻ കണ്ടുകൊണ്ട് സാഗൂതം ഇതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിയെ ആ രൂപത്തിൽ നിന്ന് മനുഷ്യരൂപം ഉയർന്നു വന്നു. അതാണ് ഭണ്ഡാസുരൻ. ആ അസുരനെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് ഭണ്ഡാസുരൻ ഉയർന്നു വന്നത്. ഭണ്ഡാസുരൻ ഇങ്ങനെ ഉയർന്നു വന്ന സമയത്ത് ഭഗവാൻ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഭണ്ഡാസുരൻ പെട്ടെന്ന് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് അദ്ദേഹത്തെ ഭഗവാനെ ശതരുദ്രം ചൊല്ലി സ്തുതിച്ചു. അപ്പോഴത്തേക്ക് ഭഗവാന് ഭയങ്കര സന്തോഷമായി. ഭണ്ഡാസുരനെ അനുഗ്രഹിച്ചു. ഭണ്ഡാസുരനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നീ ഒരു 40,000 വർഷം ദേവലോകത്ത് പോയി ദേവന്മാരോടൊത്ത് താമസിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഭണ്ഡാസുരൻ ദേവലോകത്തെത്തി ദേവന്മാരെ ശല്യം ചെയ്യാൻ തുടങ്ങി. അസുരൻ എവിടെയായാലും ആസുരിക ഭാവം കാണിക്കത്തില്ലേ? ദേവലോകത്ത് ചെന്നിട്ട് ദേവന്മാരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. അപ്പോൾ ദേവന്മാർക്ക് അവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് അവര് നെട്ടോട്ടം ഓടാൻ തുടങ്ങി. ഭണ്ഡാസുരനെ എങ്ങനെയെങ്കിലും ദേവലോകത്തു നിന്ന് ഓടിക്കണം. അതിനുവേണ്ടി ദേവന്മാരെല്ലാം കൂടി ഇനി എന്ത് ചെയ്യും, എന്ത് പരിഹാരം ഉണ്ടാകും എന്ന് ആലോചിച്ച് അവരിങ്ങനെ നിൽക്കുമ്പോൾ കാണാം നാരദ മഹർഷി അതുവഴി വരുന്നു. നാരദ മഹർഷി ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുന്നത്? അയ്യോ എന്റെ മഹർഷിയെ, ഞങ്ങൾക്ക് ഒന്നും പറയണ്ട, ഭഗവാൻ ഒരാളെ ഞങ്ങളുടെ ദേവലോകത്തേക്ക് വിട്ടു. ഞങ്ങൾക്ക് ഭഗവാൻ വിട്ടതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാനും പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഞങ്ങളുടെ ഈ ലോകത്തെ അവൻ നശിപ്പിച്ചു കളയാം. അതുകൊണ്ട് അങ്ങ് ഈ ഭണ്ഡാസുരനെ ഞങ്ങളുടെ ദേവലോകത്തൊന്ന് ഓടിച്ചു വിടണം. ശരി. ഭണ്ഡാസുരൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ ദേവന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു യാഗം ചെയ്യാൻ പറഞ്ഞു. യാഗം. ദേവേന്ദ്രൻ തന്റെ തലയെടുത്ത് യാഗത്തിൽ അർപ്പിക്കാൻ തുടങ്ങി. യാഗാഗ്നി ജ്വലിച്ചപ്പോഴത്തേക്കും ദേവേന്ദ്രൻ ക്ഷമ നശിച്ച് തന്റെ തല അവിടെ സമർപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് യാഗാഗ്നിയിൽ നിന്നും ഒരു ദേവി ശ്രീചക്രത്തിൽ മുകളിലേക്ക് എഴുന്നള്ളി വന്നു. അതാണ് ലളിതാദേവി. ദേവി എഴുന്നേറ്റ് വരുമ്പോൾ ദേവന്മാരും ദേവഗണങ്ങളും എല്ലാവരും കൂപ്പുകൈകളോടുകൂടി ദേവിയോട് പറയുകയാണ്, ഇങ്ങനെ ഭണ്ഡാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഞങ്ങളുടെ ദേവലോകത്ത് വന്ന് ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവി എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ശാസനം ചെയ്തു തരണം. അപ്പോൾ ദേവി പറഞ്ഞു, ഞാനൊരു കന്യകയാണ്. ഞാനൊരു കന്യക ആയതുകൊണ്ട് എനിക്കൊരു അസുരനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റില്ല. കാരണം അവൻ ഒരു വരം വാങ്ങിച്ചിട്ടുണ്ട് ഭഗവാനിൽ നിന്നും. അമ്മയിൽ നിന്ന് പ്രസവിക്കാത്ത ഒരു സ്ത്രീ വേണം എന്നെ കൊല്ലാനെന്ന്. അപ്പൊ അതുകൊണ്ട് ദേവി അപ്പോഴേ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഒരു ഉപാധി വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിനൊരു പരിഹാരം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ദേവി എന്ത് ചെയ്തു? ഒരു വരണമാല്യം സൃഷ്ടിച്ചിട്ട് അത് അന്തരീക്ഷത്തിലേക്ക് ചുഴറ്റി എറിഞ്ഞു. അത് ചെന്ന് ഭഗവാന്റെ കഴുത്തിൽ വീണു, പരമേശ്വരന്റെ. അങ്ങനെ ദേവി ലളിത പരമേശ്വരിയായി മാറി. അങ്ങനെ ഭണ്ഡാസുരനെ വധിക്കുവാൻ ദേവി വന്ന് 40 ദിവസത്തെ നീണ്ട യുദ്ധത്തിന് ശേഷം ഭണ്ഡാസുരനെ വധിച്ചു എന്നാണ്. എന്നിട്ട് ദേവന്മാരുടെ അപേക്ഷ പ്രകാരം കാമദേവന് ജീവൻ കൊടുത്തു എന്നൊക്കെ കഥകൾ, ഇത് പുരാണ കഥകളാണ് ഇതൊക്കെ. ഭണ്ഡാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ കൊല്ലാൻ ദേവിക്ക് 10-40 ദിവസത്തെ പരിശ്രമം വേണ്ട. ഭണ്ഡാസുരൻ എന്ന് പറഞ്ഞാൽ ഭണ്ഡ അസുരൻ. ഭണ്ഡ എന്ന വാക്കിന്റെ അർത്ഥം ശബ്ദം എന്നാണ്. ശബ്ദം നമ്മുടെ ലോകത്തിന്റെ സൃഷ്ടിയുമായും നമ്മുടെ ശരീരവുമായും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഭണ്ഡാസുരനെ വധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മാന്തരങ്ങളായി നമ്മളിൽ കടന്നുകൂടിയിട്ടുള്ള ഈ പാപങ്ങളെല്ലാം ജനിച്ചു മരിച്ചു വീണ്ടും ജനിച്ചു മരിച്ചു വീണ്ടും ജനിച്ചു, ഇങ്ങനെ നമ്മൾ ഈ കാലചക്രം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രക്രിയയാണ് ഭണ്ഡാസുരനിലൂടെ
ഭഗവതി ഇല്ലാതാക്കിയത്. അതാണ് ഭണ്ഡാസുരൻ എന്ന് പറയുന്നത്. ഭണ്ഡാസുരൻ എന്ന് പറയുന്നത് നമ്മളുടെ ജനന മരണങ്ങളുടെ ദോഷങ്ങൾ, അതിനെയാണ് ഭഗവതി ഭണ്ഡാസുര വധത്തിലൂടെ നശിപ്പിച്ചിട്ട് ദേവി സുമേരു പർവ്വതത്തിന്റെ ഇരുശൃംഗത്തിന്റെ മുകളിൽ പോയി ഇരുന്നിട്ട് സിംഹാസനസ്ഥയായി ഇങ്ങനെ ഇരുന്നു കൊണ്ട് വശിന്യാദി വാഗ്ദേവതകളും ദേവന്മാരും എല്ലാം ചുറ്റും കൂടി നിൽക്കുമ്പോൾ ദേവി ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് ആജ്ഞ കാണിച്ചു, ലളിതാ സഹസ്രനാമം ചൊല്ലി എന്നെ സ്തുതിക്കാൻ. അപ്പോൾ വശിന്യാദി വാഗ്ദേവതകൾ തങ്ങളുടെ സ്വന്തം നാവിനാൽ സൃഷ്ടിച്ചെടുത്ത 1000 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമങ്ങൾ. ലളിതാ സഹസ്രനാമങ്ങൾ എന്ന് പറഞ്ഞാൽ 1000 നാമങ്ങൾ. അത് ആരാണ് അത് രചിച്ചത്? വശിന്യാദി വാഗ്ദേവതകൾ. വശിന്യാദി വാഗ്ദേവതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വശിനി മുതലായ വാക്കുകളുടെ ദേവതകൾ. നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലും ഒക്കെ അടങ്ങിയിട്ടുള്ള ചില പ്രാണ ഊർജങ്ങളാണ് ഈ വശിന്യാദി വാഗ്ദേവതകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു യോഗിനികളാണ്, അതായത് ഒരു പ്രാണ ഊർജങ്ങളാണ്. ഇതാണ് ഈ വശിന്യാദി വാഗ്ദേവതകൾ എന്ന് പറയുന്നത്. വശിനി, കാമേശ്വരി, അരുണ, വിമല, ജയിനി, മോദിനി, സർവേശ്വരി, കൗളിനി. ഇതാണ് വശിന്യാദി വാഗ്ദേവതകൾ. വശിനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വശിനി, ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. വശീകരണ ശക്തി ഉള്ളതാണ് വശിനി. ചില ആളുകളുടെ സംസാരം കേട്ടാൽ എത്ര മണിക്കൂർ അവർ സംസാരിച്ചാലും നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. അത്രമാത്രം വശ്യഭംഗി അവരുടെ സംസാരത്തിനുണ്ട്, അല്ലേ? അതാണ് വശിനി. അത് നമ്മുടെ വാക്കിൽ തന്നിരിക്കുന്ന ഒരു കഴിവാണ് വശിനി. അടുത്തത് കാമേശ്വരി. കാമേശ്വരി, കാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന നാമങ്ങൾ. അത് ആ നാമം ചൊല്ലുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. കാരണം നമ്മൾ ചിലപ്പോൾ ഈ ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ കനകധാര സ്തോത്രമൊക്കെ ചൊല്ലും, അല്ലേ? കനകധാര സ്തോത്രം ചൊല്ലും. അപ്പൊ നമ്മളത് വിശ്വസിക്കുന്നത് എന്താണ്? കനകധാര സ്തോത്രം ചൊല്ലുമ്പോൾ നമ്മുടെ വീട്ടിന്റെ ധനസമൃദ്ധി വർദ്ധിക്കും, ഐശ്വര്യം വർദ്ധിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടാണ് ഈ കനകധാര സ്തോത്രം ചൊല്ലുന്നത്. അങ്ങനെ നമ്മുടെ കാമ പൂർത്തീകരണത്തിന് വഴിവെക്കുന്ന ഈ വാക്കുകളുടെ ഊർജത്തിനെയാണ് പറയുന്നത് കാമേശ്വരി. വശിന്യാദി വാഗ്ദേവതകളെ രണ്ടാമത്തെ ദേവതയുടെ പേരാണ് കാമേശ്വരി. അടുത്തത് അരുണ. അരുണ എന്ന് പറഞ്ഞാൽ എന്താണ്? അരുണം ചുവപ്പ് നിറം. ചുവപ്പ് നിറം ധനത്തിനെയും സമൃദ്ധിയെയും കുറിക്കുന്നതാണ്. നമ്മൾ ധനവും സമൃദ്ധിയൊക്കെ വർദ്ധിക്കുവാൻ വേണ്ടി നമ്മൾ ചൊല്ലുന്ന നാമങ്ങളാണ് അരുണ ശക്തിയുള്ള. അതും ഒരു വശിന്യാദി വാഗ്ദേവതകൾ ഒരാളുടെ പേരാണ് അരുണ. അടുത്തത് വിമല. മലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അശുദ്ധികൾ, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന അശുദ്ധികളെ നീക്കം ചെയ്യുന്നതാണ് വിമല എന്ന വാക്ശക്തി. അടുത്തത് ജയിനി. ജയിക്കുവാനുള്ള ശക്തി. ഏത് കാലഘട്ടത്തെയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാൻ നമ്മൾക്ക് നൽകുന്ന ഒരു ആത്മീയ ശക്തിയാണ് എന്ത്? ജയിനി. ജയിക്കുവാനുള്ള ശക്തി തരും ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ. അടുത്തത് മോദിനി. സന്തോഷം തരുന്നവൾ. സർവേശ്വരി. എല്ലാ ഈശ്വര സങ്കല്പങ്ങളിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങളും ശക്തിയും തരുന്ന സർവേശ്വരി. കൗളിനി. സിദ്ധിപ്രയോഗങ്ങളുടെ എല്ലാ ശക്തിയും തരുന്നതാണ് കൗളിനി. അപ്പൊ ഇങ്ങനെ വശിന്യാദി വാഗ്ദേവതകളുടെ ഒരു ശക്തിയോടുകൂടി ദേവിയുടെ സ്വന്തം വശിന്യാദി വാഗ്ദേവതകളിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള നാമമാണ് ലളിതാ സഹസ്രനാമം. ഇത്രയും ശക്തികൾ നമ്മുടെ വാക്കിനും ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു കൊള്ളണം. നമ്മുടെ വാക്കിലും അടങ്ങിയിരിക്കുന്ന ശക്തിയാണ് ഇത്രയും വശിന്യാദി വാഗ്ദേവതകളുടെ ശക്തികൾ. ഇനി ഞാൻ മുമ്പേ പറഞ്ഞു ഭണ്ഡാസുരന് 2 മക്കൾ. ഭണ്ഡാസുരൻ ഒരു അസുരനാണെന്ന് പറഞ്ഞു. ഈ ഭണ്ഡാസുരന്റെ 2 മക്കളാണ് മന്ത്രിണ്യംബ വിരചിത വിഷംഗവതോഷിത വിശുക്രപ്രാണഹരണ വാരാഖി വീരനന്ദിത എന്ന് നമ്മൾ നാമം ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലും മന്ത്രിണ്യംബ വിരചിത വിഷംഗവതോഷിത. വിഷങ്കനും വിശുക്രനും 2 മക്കൾ ഭണ്ഡാസുരന്റെ. വിഷങ്കൻ, ആ വിഷങ്കനെ വധിക്കുകയും വിശുക്രനെ ഹരണം ചെയ്യുകയും ചെയ്യുന്ന ദേവി. വിഷങ്കൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അംഗങ്ങളിലെല്ലാം വിഷം നിറഞ്ഞിട്ടുള്ളത് വിഷങ്കൻ. എന്താണ് വിഷം? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംബ്, അഹങ്കാരം, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ.
അതാണ് നമ്മുടെ വിഷങ്ങൾ. ഈ വിഷത്തെ ദേവി എന്ത് ചെയ്യും? നശിപ്പിക്കും. വിശുക്രൻ. വിശുക്രൻ എന്ന് പറഞ്ഞാൽ, ശുക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുക്രം എന്ന് പറഞ്ഞാൽ ശുക്ലം അല്ലെങ്കിൽ രേതസ്. ഒരച്ഛന്റെ ബീജത്തിൽ നിന്നും അമ്മയിൽ വന്ന് വീഴുന്ന ആ ഒരു പരമ്പരയായിട്ട് നമ്മൾക്ക് കിട്ടുന്ന മോശം സ്വഭാവങ്ങൾ. ചിലര് കുടുംബത്തിലൊക്കെ ചില മക്കളെ പറയും, അവൻ ആ പാരമ്പര്യത്തിലുള്ളത് കൊണ്ട് അവൻ ഈ പ്രവൃത്തിയൊക്കെ കാണിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടില്ലേ? കുടുംബ പരമ്പരയായിട്ട് നമുക്ക് ചില ദോഷങ്ങൾ പകർന്നു കിട്ടും. അതാണ് വിശുക്രൻ. ഈ രണ്ട് ദോഷങ്ങളെയും ഭണ്ഡാസുരൻ വധിച്ചതിലൂടെ ദേവി ഈ രണ്ട് ദോഷങ്ങളെയും കൂടി വധിച്ചു. ഇതാണ് വിഷങ്കനും വിശുക്രനും. ഇനി നമ്മൾ എന്താണ് ഇനി നോക്കേണ്ടത്? ഈ നമ്മുടെ മന്ത്രങ്ങൾക്കുള്ള ശക്തികൾ ഏതൊക്കെയാണ്? വൈദിക ജ്ഞാനശക്തി 1, സിദ്ധദർശന ശക്തി 2, അക്ഷര പ്രാണശക്തി 3, തന്ത്രശക്തി 4. ഇതിന്റെ ഒന്നും വിശദീകരണം ഞാൻ പറയുന്നില്ല. ഓടിച്ചൊരു കാര്യം പറയാം. വൈദിക ജ്ഞാനശക്തി നമ്മുടെ വേദാന്തങ്ങളിലൂടെ കിട്ടിയിട്ടുള്ള പരമ്പരയാ കിട്ടിയ അറിവിൽ നിന്നും ആ നാമങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ശക്തി. സിദ്ധദർശന ശക്തി, ചില സിദ്ധയോഗികളൊക്കെ അവരുടെ ദർശനത്തിലൂടെ ദേവി ദർശനം കൊടുത്തിട്ട് അതിൽ കൂടി ദേവിയെ ആരാധിച്ച് കിട്ടിയിട്ടുള്ള ശക്തിയാണ് സിദ്ധദർശന ശക്തി. ഇതൊക്കെ ഈ നാമങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അക്ഷര പ്രാണശക്തി, അക്ഷരങ്ങളുടെ പ്രാണശക്തി. ചില അക്ഷരങ്ങളൊക്കെ പല പല പ്രാണ ഊർജങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ്. ദം, സ്ട്രോ, ജ്വ, ല, അ, ക്ഷ, മ, ല, ധി, ധ, ര, രു, ധി, ര, സം, സ്ഥി, ത. ദം, സ്ട്രോ, ജ്വല, ക്ഷമാല, ധിധര, രുധിര സംസ്ഥിത. കാളരാത്രിയാദിശക്തൗഘവൃത സ്നിഗ്ധൗദര പ്രിയ മഹാവീരേന്ദ്ര വരദ രാഗിണ്യംബസ്വരൂപിണി. ഇതിനൊക്കെ ഓരോ താളമുണ്ട്. ഇതിനൊക്കെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ പ്രാണ ഊർജങ്ങളുണ്ട്. ഇത് നമ്മൾ അക്ഷരം താളം തെറ്റാതെ രാഗം തെറ്റാതെ ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ കാലപ്രമാണം തെറ്റാതെ ചൊല്ലുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അത് നന്നായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. ഈ അക്ഷരങ്ങൾക്കെല്ലാം പ്രാണശക്തിയുണ്ട്. ഈ അക്ഷരങ്ങൾ, സംസ്കൃത അക്ഷരം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഇങ്ങനെ ഈ അക്ഷരങ്ങൾ തന്നെത്താനും നമ്മുടെ നാക്കുകൊണ്ട് ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടിരുന്നാൽ അത് ഏതോ ഒരു ഉപകരണത്തിൽ ഇങ്ങനെ കൈകൊണ്ട് തട്ടുമ്പോഴുള്ള ശബ്ദം പോലാണ് ആ ശബ്ദങ്ങൾ വരുന്നത്. സംസ്കൃത അക്ഷരങ്ങൾ 51 സംസ്കൃത അക്ഷരങ്ങളുണ്ട് അല്ലേ? 51 അക്ഷരങ്ങൾ. 51 അക്ഷരങ്ങളും എങ്ങനെ ഉണ്ടായി? യോഗീശ്വരന്മാർ എഴുതി വെച്ചിരിക്കുന്നത്, ജ്ഞാനികളായ ആളുകൾ എഴുതി വെച്ചിരിക്കുന്നത് ഈ 51 അക്ഷരങ്ങളും ശിവഭഗവാൻ തന്റെ തുടി കൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദത്തിൽ നിന്നാണ് ദേവന്മാർ ഈ ഭാഷ രചിച്ചിട്ടുള്ളതെന്നാണ്. ഭഗവാന്റെ തുടി കൊട്ടുന്ന ശബ്ദമാണ് സംസ്കൃത അക്ഷരങ്ങളായി നമ്മൾ ഉച്ചരിക്കുന്നത്. ഈ സംസ്കൃത അക്ഷരത്തിൽ നിന്നാണ് എല്ലാ ഭാഷകളും ഉണ്ടായിട്ടുള്ളത്. എല്ലാ ഭാഷകളും ലിപികളായി ഇപ്പൊ സംസ്കൃത ഈ ലളിതാ സഹസ്രനാമം നമ്മുടെ കൈകളിൽ ലിപികളായി പല സംസ്കൃതത്തിൽ നിന്നും മലയാള ലിപികൾ അക്ഷരങ്ങളായി നമ്മുടെ കയ്യിൽ കിട്ടിയതും അങ്ങനെയാണ്. പല യോഗീശ്വരന്മാരെ പല ഗുരുപരമ്പരകളൊക്കെ കടന്ന് നമ്മുടെ കയ്യിൽ കിട്ടി. അഗസ്ത്യ മുനിക്ക് ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ലളിതോപാഖ്യാനം എന്ന സ്ഥലത്ത് ഇത് വന്നത് ഹയഗ്രീവ മഹർഷിക്ക് അഗസ്ത്യ മുനിക്ക് പറഞ്ഞു കൊടുത്ത് അത് ഗുരു പരമ്പരകളായി കടന്ന അക്ഷരങ്ങളായി ലളിതാ സഹസ്രനാമം ആയിട്ട് നമ്മുടെ കയ്യിൽ വന്നതാണ്. എത്ര ഗുരുപരമ്പരകൾ കടന്നാണ്. അപ്പൊ ഇത് സംസ്കൃത അക്ഷരങ്ങളുടെ ശക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് അതാണ്. ഇനി അക്ഷരപ്രാണ ശക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. തന്ത്രശക്തി, താന്ത്രികമായ ശക്തിയുള്ള ചില ബീജാക്ഷരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര താന്ത്രികമായ ശക്തിയുള്ള പല ദേവതകൾക്കും ബീജാക്ഷരങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഈ താന്ത്രിക ശക്തി. അങ്ങനെ 4 ശക്തികളുള്ള ലളിതാ സഹസ്രനാമമാണ് നമ്മൾ ചൊല്ലുന്നത്. ഇനി എപ്പോഴൊക്കെ ഇത് ചൊല്ലാം? എപ്പോഴൊക്കെ നിങ്ങൾ ചൊല്ലും? രാവിലെ 5 മണിക്ക് ചൊല്ലാം, 4 മണിക്ക്, 3:30 എണീറ്റിട്ട് കുളിച്ച് നാമം ചൊല്ലുന്ന സ്ത്രീകളുണ്ട്. ഞാൻ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീറ്റിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലും. ഈ 5 മണിക്ക് എണീറ്റിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ഒരാള് വീണ്ടും പിറ്റേ ദിവസം 5 മണിക്ക് ചൊല്ലുന്നു, വീണ്ടും പിറ്റേ ദിവസം ഈ 5 മണിക്ക് ചൊല്ലുന്നു, വീണ്ടും പിറ്റേ ദിവസം ഈ 5 മണിക്ക് ചൊല്ലുന്നു. നമുക്ക് എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റില്ല, പക്ഷെ ചൊല്ലാൻ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ
ഈ 24 മണിക്കൂറിനകം നമ്മുടെ വീടുകളിൽ ഈ മന്ത്രം ഇങ്ങനെ സ്ഥിരമായി കറങ്ങി 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 കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീടും ഈ പ്രപഞ്ചം കറങ്ങുന്ന ആ സ്പീഡിന് ഒപ്പമാകും. അപ്പോൾ ഈ പ്രപഞ്ച ശക്തികൾക്കുള്ള കഴിവും സിദ്ധിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകും, നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകും, വീട്ടിൽ സമൃദ്ധി ഉണ്ടാകും, വീടിന്റെ വാസ്തു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടും. നമ്മുടെ സന്തതി പരമ്പരകള് ഇപ്പൊ കാണുന്ന ഈ സമൂഹത്തിന്റെ ദോഷമായ മോശമായ വഴിക്കൊന്നും പോകാതെ ജ്ഞാനികളായി വളരും. നമ്മുടെ അമ്മമാര് മാത്രമാണ് കുട്ടികളെ ആത്മീയ പഠന ക്ലാസ്സിൽ വിടാത്തത്. മറ്റുള്ള മതക്കാരൊക്കെ, ഞാനൊക്കെ ചെറിയ പ്രായത്തിലെ സൺഡേ സ്കൂളിൽ പോകുമായിരുന്നു. ആ പഠിച്ചു വന്നൊരു ശീലമാണെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പോഴും ഈ മതം പഠിക്കാനുള്ള ഒരു ആഗ്രഹം. മുസ്ലിം സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കൂ, എത്ര മഴയായാലും എത്ര വെയിലായാലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ കുഞ്ഞുങ്ങൾ രാവിലെ ഇവിടെ പോകും, മതപഠനശാലയിൽ പോകും. നമ്മുടെ കുട്ടികളെ വിളിക്കുമ്പോൾ എന്താ പറയുന്നത്? അവർക്ക് ട്യൂഷൻ ഉണ്ട്. ഗീതാ പഠന ക്ലാസ് വെച്ചാൽ അമ്മമാരും ഇല്ല, കുട്ടികളും ഇല്ല. അവരെല്ലാം ട്യൂഷൻ പഠിച്ച് 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 കല്യാണം, ജോലിയും എന്തെങ്കിലും ഒന്ന് കിട്ടി കല്യാണം കഴിച്ച് അടുത്ത മാസമാകുമ്പോൾ അറിവുമില്ല പരിജ്ഞാനമില്ല, രണ്ടും രണ്ട് പാത്രമായി വീട്ടിൽ വന്നിരിക്കും അല്ലേ? അതേസമയം ഒരു മുസ്ലിം ഫാമിലിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമാണ്. ഞാൻ ഗൾഫിലൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വെയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ പൊട്ടിപ്പോകുന്ന വെയിലത്ത് ആ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ വാങ്ങി വിളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവർ ഓടുന്ന ഓട്ടം കാണണം. ആ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അവർ ആ റോഡിന്റെ സൈഡാണെങ്കിൽ അവിടെ അവരിൽ നിന്ന് നമസ്കരിക്കുന്ന കണ്ടിട്ടുണ്ട്. അവരോട് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ഈശ്വരാരാധന അപ്പൊ തോന്നുന്നത്. നിങ്ങൾ ആലോചിച്ചോ, 5 നേരം അവർ നിസ്കരിക്കുന്നവരാ. ഈ 5 നേരം ഈ നാമം അവരുടെ വീടുകളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു 10 അംഗങ്ങളുള്ള ഒരു വീടാണെങ്കിൽ എത്ര നാമം ആ വീട്ടിൽ വീഴുന്നത്. അങ്ങനെ ഒരു 100 സഹോദരങ്ങളുള്ള ഒരു പള്ളിയിൽ എത്ര നാമമാണ് ഒരു ദിവസം വീണുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്ര പള്ളികളാണ്, എത്ര നാമങ്ങളാണ് അവരുടെ വായിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അവരെ ഈശ്വരൻ അനുഗ്രഹിക്കാതിരിക്കുമോ? നമ്മുടെ വീട്ടിൽ എപ്പോഴാ നാമം ചൊല്ലുന്നത്? ആരെങ്കിലും ചൊല്ലാറുണ്ടോ? ഏതെങ്കിലും സഹോദരന്മാരിരുന്ന് കൂടെ ഇരുന്ന് ചൊല്ലാറുണ്ടോ? അമ്മ വന്നിരുന്ന് ചൊല്ലിയാൽ മക്കളെ കൂടെ ഇരുന്ന് ചൊല്ലുമോ? നമ്മുടെ മക്കൾക്ക് അറിയുമോ നാമങ്ങള്? എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറ ഇങ്ങനെ നശിച്ചു പോകുന്നത്? നമ്മളല്ലേ കാരണക്കാര്. ഇന്ന് മുതൽ ഞാൻ പറയുന്നു, നമ്മൾ സഹോദരങ്ങൾ, നമുക്ക് നമ്മുടെ ഈ നാമങ്ങൾ ചൊല്ലുമ്പോൾ നമുക്ക് എല്ലാ സഹോദരരെയും ഒരുമിച്ച് കാണാൻ, ഒന്നായി കാണാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. എല്ലാം ഒരു ഈശ്വരനാണ്, ഒരു ഈശ്വരനിലാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഈശ്വരൻ ഈ ഭൂമിയിൽ എവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്? പണ്ട് ഞാൻ കലാഭവനിൽ കുറെ വർഷം ഞാൻ പാടിയിരുന്ന ഒരാളാണ്. കലാഭവനിൽ അച്ഛനൊരു പാട്ട് എഴുതിയിരുന്നു. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കണ്ടില്ലെന്നോതിയോതി കാനനച്ചോല കുണുങ്ങിയോടി, കാണില്ലെന്നോതിയോതി കിളികൾ പറന്നു പോയി. അവസാനം എന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരന്റെ സുന്ദരാനനം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ആ ഒരു രൂപം മാത്രമേ ഉള്ളൂ ഈശ്വരൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹത്തിൽ വരുവാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലളിതാ സഹസ്രനാമം നമ്മുടെ ശരീരത്തിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിനുള്ളിലെ ഓരോ അവയവങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുതരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ശ്വസനക്രിയയാണ് എന്ന് ഞാനിത് പറയാൻ കാരണം അതാണ്. നമ്മുടെ ശരീരത്തില് 70,000 നാഡികൾ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? 70,000 നാഡികൾ ഉണ്ട്. ഈ നാഡികൾ
എല്ലാം 114 ജംഗ്ഷൻ ഉണ്ട്. അത് കൂട്ടിമുട്ടുന്ന ജംഗ്ഷനുകൾ. ഇനി അത് പോരാഞ്ഞിട്ട് യോഗികളായിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവത്തിലൂടെ കണ്ടറിഞ്ഞിട്ടുള്ളത് 6 ഷഡാധാരങ്ങൾ. ആ ഷഡാധാരങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം. നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന അവയവം ഏതാണ്? അറിയുമോ? എല്ലാവർക്കും അറിയുമോ? നമ്മുടെ അമ്മമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആദ്യം നമ്മുടെ വയറ്റിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന അവയവം ഏതാണ്? നമ്മുടെ തല, അല്ലേ? തലച്ചോറ്. നമ്മുടെ ഈ ഭൂമധ്യത്തിലൂടെ നമ്മളൊരു വര വരച്ചിട്ട് മേളിൽ നിന്നൊരു വര വരച്ചാൽ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ബ്രഹ്മരന്ധ്രം. അവിടെ ഒരു ജീവന്റെ തുടിപ്പുണ്ടാകും. അതാണ് പ്രാണ ഊർജം. അതാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്ന സഹസ്രാര പത്മം. യോഗികളായവർ അവരുടെ സിദ്ധയോഗ ദർശനത്തിലൂടെ നമ്മുടെ തലച്ചോറിനെ ഒരു 1000 ഇതളുള്ള ഒരു താമരയായിട്ടാണ് കണ്ടിട്ടുള്ളത്. 1000 ഇതളുള്ള താമര എന്ന് പറയുന്നത് സഹസ്രാര പത്മം. അതാണ് സഹസ്രാര പത്മം എന്ന് പേര് കൊടുക്കാൻ കാരണം. തലച്ചോറ് മൊത്തവും വ്യാപിച്ചു നിൽക്കുന്ന ഒരു പ്രാണ ഊർജമാണ് സഹസ്രാര പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, ഈ സഹസ്രാര പത്മത്തിൽ നമ്മുടെ ബ്രെയിൻ ഓം മുതൽ ക്ഷ വരെയുള്ള ശബ്ദം അല്ലെങ്കിൽ അക്ഷരം നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ഈ ബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന്റെ പ്രാണ ഊർജം ചലിക്കാൻ തുടങ്ങും. ആ മുതൽ ക്ഷ വരെയുള്ള അക്ഷരങ്ങൾ, ആ മുതൽ ക്ഷ വരെയുള്ള അക്ഷരങ്ങളും അതിന്റെ ഉപശബ്ദങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള 1000 അക്ഷരങ്ങളാണ് നമ്മുടെ ഈ സഹസ്രാര പത്മം പ്രവർത്തിക്കാനുള്ള ഒരു ഉപാധി. നമ്മൾ അത്രയും അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ ഈ അക്ഷരങ്ങൾ ആ മുതൽ ക്ഷ വരെയുള്ള അക്ഷരങ്ങൾ ഇല്ലേ ഇതിനകത്ത്? അത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും? നമ്മുടെ ഈ ബ്രെയിന് പ്രവർത്തിച്ചു തുടങ്ങും. ഇനി അടുത്ത അതിന് താഴെ ആജ്ഞാചക്രം. എവിടെയാണ് ആജ്ഞാചക്രം ഇരിക്കുന്നത്? ഈ 2 പുരികങ്ങളുടെ നടുക്ക്. ഈ ആജ്ഞാചക്രത്തിൽ ഹം ഷം എന്ന് പറയുന്ന 2 അക്ഷരങ്ങൾ നമ്മൾ എപ്പോൾ ഉച്ചരിക്കുന്നു ആ സമയത്ത് ഈ ആജ്ഞാചക്രം പ്രവർത്തിക്കുന്നു. ഇതിന്റെ ഇവിടെ നിന്ന് ബാക്കിലോട്ട് ഒരു വര വരച്ചാൽ നമ്മളുടെ ഈ സുഷുമ്ന നാഡി, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ആദ്യം തല ഉണ്ടായതിനു ശേഷം ആ തലയിൽ നിന്ന് താഴോട്ട് വളർന്ന് 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 നമ്മുടെ ശരീരം എവിടെ വരെ വളരും? മൂലാധാരം വരെ. നമ്മുടെ നട്ടലിൽ അവസാനിക്കുന്ന ആ സ്ഥലം വരെയാണ് ഒരു മനുഷ്യന്റെ ശിശു വളരുന്നത്. അതെങ്ങനെ ഇരിക്കും? ഒരു പാമ്പിന്റെ രൂപത്തിൽ. ആ സുഷുമ്ന, ഈ നമ്മുടെ ഈ നട്ടല്, ആ സുഷുമ്നക്കകത്തുള്ള സുഷുമ്ന നാഡി, ആ സുഷുമ്ന നാഡിയുടെ അപ്പറയും ഇപ്പറയും ഇടത്തും വലത്തും ഇട പിങ്കള എന്ന് പറയുന്ന 2 നാഡികളും ഈ സുഷുമ്ന നാഡിയെ ചുറ്റി ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഈ മൂലാധാരം, അതായത് നമ്മുടെ ഈ നട്ടൽ അവസാനിക്കുന്ന ഭാഗത്ത് മൂലാധാര അവിടെ വന്നിട്ട് ഒരു കുണ്ടലിനി എന്ന് പറയുന്ന ഒരു ശക്തിയായി 3.5 ചുറ്റുള്ള ഒരു സർപ്പമായി അങ്ങനെ അവിടെ മയങ്ങി കിടക്കുന്നു. പിങ്കളയിൽ നിന്ന് വീഴുന്ന തേൻ ഇട്ട് കുടിച്ചിട്ട് ഇത് ഒരു മയക്കത്തിലാണെന്നാണ് യോഗികളൊക്കെ പറയുന്നത്. അതിനെ ഉണർത്താനായിട്ട് അവർ കുണ്ടലിനി ശക്തി ഉണർത്തുന്ന യോഗവിദ്യയൊക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയാണ്. ഇത്രയുമേ നമ്മുടെ ശരീര വളർച്ചയുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ ശരീര വളർച്ച നിൽക്കും. അതിനുശേഷം കൈയും കാലും ഒക്കെ അതിൽ ഘടിപ്പിച്ച് പിന്നെ വളരുന്നതാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഉച്ച മുതൽ നമ്മുടെ ഈ നട്ടൽ അവസാനിക്കുന്ന മലദ്വാരം വരെയുള്ളതാണ് നമ്മുടെ ശരീരം. അപ്പൊ ഈ ശരീരം ഇങ്ങനെ വളർന്നപ്പോ ഈ പാമ്പിന്റെ രൂപം ഞാൻ പറയാൻ കാരണം, കുണ്ഡലിനി എന്ന് പറയുന്ന ശക്തി നമ്മുടെ മൂലാധാരത്തിൽ ഇങ്ങനെ മയങ്ങിക്കിടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. കുണ്ഡലി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? കുണ്ഡലി എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ പര്യായം എന്താണ്? സർപ്പം. കുണ്ഡലി എന്ന വാക്കിന്റെ അർത്ഥം സർപ്പം. ഈ നാഡികളിലൂടെ പ്രാണ ഊർജ്ജങ്ങൾ, അതായത് സുഷുമ്നയിലൂടെ പിങ്കള നാഡികളിലൂടെ നമ്മുടെ ഊർജ്ജം ഇങ്ങനെ സഞ്ചരിക്കുന്നത് എങ്ങനെയാ? ഇടത്തുനിന്ന് വലത്തോട്ടും ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ജീവിയുണ്ട്. എന്താണ്? പാമ്പ്, സർപ്പം. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നമ്മൾ ഇടത്തുനിന്ന് വലത്തേക്ക് നമ്മളിങ്ങനെ പ്രദക്ഷിണം ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു സമൂഹങ്ങൾ നാഗങ്ങളെ ദൈവമായിട്ട് ആരാധിക്കുന്നത്. നമ്മുടെ ശരീരവും പാമ്പായിട്ടാണ് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കിടക്കുന്നത്. പാമ്പിന്റെ രൂപത്തിലാണ്.
അതാണ് നമ്മൾ നാഗങ്ങളെ ഈശ്വരനായിട്ട് കാണുന്നത്. ഇത് അതിന്റെ ഈ നാഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു വലിയ ഒരു ഇതുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര രസകരമായ ഒരു സയൻസാണ് അത്. ഇത് നമ്മുടെ ആരാധന മുഴുവൻ സയൻസ് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങനെ ആജ്ഞാചക്രത്തിന്റെ നേരെ ഹം ഷം എന്ന ശബ്ദങ്ങൾ ആജ്ഞാചക്രം പ്രവർത്തിക്കുമ്പോൾ, ഈ ആജ്ഞാചക്രത്തിന്റെ ബാക്കിൽ ഉള്ള ആ സുഷുമ്നയിലാണ് ഈ ആജ്ഞാചക്രം ഇരിക്കുന്നത്. കണ്ഠം മുതലുള്ള എല്ലാ അവയവങ്ങളും ഈ ആജ്ഞാചക്രം മൂലമാണ് പ്രവർത്തിക്കുന്നത്. അതിന് താഴെ വിശുദ്ധി ചക്രം, അനാഹതം, വിശുദ്ധി ചക്രം നമ്മുടെ ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങളാണ് വിശുദ്ധി ചക്രം. നമ്മൾ ആ മുതൽ അം വരെയുള്ള ശബ്ദങ്ങൾ, നമ്മളല്ല അക്ഷരങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അനാഹതം പ്രവർത്തിച്ചു തുടങ്ങും. ഇതിന്റെ ഇതിനോടനുബന്ധിച്ച് കാണുന്ന ഉള്ളിലുള്ള ഹൃദയവും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഈ പ്രാണോർജം പോയി അത് പ്രവർത്തിച്ചു തുടങ്ങും. അനാഹതം, അടുത്തത് അനാഗതം, സൂര്യമണ്ഡലം. അത് അനാഗത ചക്രം 12 ദളങ്ങളുള്ള കം മുതൽ ധം വരെയുള്ള അക്ഷരങ്ങൾ ഈ അനാഹത ചക്രം പ്രവർത്തിക്കുമ്പോൾ ഈ കേൾക്കുന്ന ശബ്ദമാണ് കം മുതൽ ഘം വരെയുള്ള അക്ഷരങ്ങൾ. അതിന് താഴെ മണിപൂരകത്തിൽ 10 ദളങ്ങളുള്ള പ്രകാശം, ഒരു താമരയുടെ പ്രകാശം പോലെയാണ് മണിപൂരക ചക്രം ഇരിക്കുന്നത്. ഇത്രയും അക്ഷരങ്ങൾ ഈ മണിപൂരകം പ്രവർത്തിക്കുമ്പോൾ ഇത്രയും അക്ഷരങ്ങളുടെ ശബ്ദം കേൾക്കാന്ന് പറയുന്നത്. ഈ ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മണിപൂരകത്തിൽ അത് പ്രവർത്തിച്ചു തുടങ്ങും. ഇനി സ്വാധിഷ്ഠാനം, നമ്മുടെ ജനനേന്ദ്രിയത്തിന് താഴെ സുഷുമ്നയിലാണ് സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ചക്രം ഇരിക്കുന്നത്. നമ്മുടെ കിഡ്നി മുതലായ ജനനേന്ദ്രിയം മുതലായ അവയവങ്ങളൊക്കെ ഈ ഒരു ചക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഭം ഭം മം യം രം ലം ഇത്രയും അക്ഷരങ്ങളാണ് സ്വാധിഷ്ഠാന ചക്രത്തിൽ. അവിടെ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ സ്വാധിഷ്ഠാന ചക്രം പ്രവർത്തിക്കുന്ന ഊർജം എന്ന് പറയുന്നത്. ഏറ്റവും താഴെ പൃഥ്വി മണ്ഡലം, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ മൂലാധാര ചക്രം വം ശം ഷം സം ഈ അക്ഷരങ്ങൾ മൂലാധാര ചക്രം, ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ മൂലാധാര ചക്രം പ്രവർത്തിച്ചു. അപ്പൊ ഇതിനകത്ത് സയൻസ് നിങ്ങളൊന്നും മനസ്സിലാക്കണ്ട. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ലളിതാ സഹസ്രനാമം ഇങ്ങനെ തുടർച്ചയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അക്ഷരങ്ങളെല്ലാം ഈ ലളിതാ സഹസ്രനാമത്തിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണ്ണടച്ച് കാണാതെയോ ബുക്ക് നോക്കിയോ നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സിനെ ഊന്നി ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഈ മൂലാധാരത്തിൽ നിന്ന് ഈ ശക്തി പതിയെ ചലിച്ചു തുടങ്ങും. ഈ ശക്തി ചലിക്കുന്നതോടൊപ്പം നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ ശക്തി പ്രാപിക്കും. അതാണ് ലളിതാ സഹസ്രനാമം നിരന്തരം ചൊല്ലണം എന്ന് പറയുന്നതിന്റെ ഒരു സയൻസ് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സയൻസ് ഇത് വെച്ചിരിക്കുന്നത് നമ്മൾ ദൈവാരാധന മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്തുള്ള പരിവർത്തനങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഈ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവ സഹസ്രനാമങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ ആ പോസിറ്റീവ് എനർജി നമ്മളുടെ ഭവനത്തിലും ഉണ്ടാകും, നമ്മളുടെ കുട്ടികളിലേക്കും ഉണ്ടാകും. മാതാവും പിതാവും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അത്രയും നല്ല ഒരു ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്കുണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളും കൂടി ഇരുന്ന് ഇത് ചൊല്ലിയാൽ ഒരിക്കലും അവരൊരു വഴിതെറ്റി പോകുന്ന തലമുറയായിട്ട് മാറില്ല. ഞാൻ ഇതിന്റെ ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞു തരാം. ധ്യാന ശ്ലോകം ഒന്ന് ചൊല്ലുന്നത് എന്റെ കൂടെ ഒന്ന് ചൊല്ലുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഓം സിന്ദൂരാർമണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗളി സ്ഫുരത്താരാ നായക ശേഖര സ്മിതമുഖേ മാവീരപക്ഷോരുഹാം പാണിഭ്യാം മണിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസധേമ പത്മാം പരാഗ്യീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനിം
ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമണികചുംബികസ്ഫുരികാം സമൽദഹസിദേക്ഷണാം സസരചാപഭാസാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം ജപാ കുസുമഭാസുരാം ജപവിതോ സ്മരേത് അംബികാം അരുണാം കരുണാതരംഗിനാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈരഹം നിത്യേവ വിഭാവയേ ഭവാനേ സിന്ദൂരാരുണ വിഗ്രഹ സിന്ദൂരം പോലെ ചുവന്ന രൂപമുള്ളവളെ സിന്ദൂരാരുണ വിഗ്രഹ സിന്ദൂരം പോലെ ചുവന്ന രൂപമുള്ളവളെ ത്രിനയനാം 3 കണ്ണുകളുള്ളവളെ മാണിക്യമൗലി സ്ഫുരത് മാണിക്യം പോലെയുള്ള മൗലി ശിരസിൽ തിളങ്ങുന്ന താരാനായക ശേഖര താരങ്ങളുടെ ശേഖരനായ നാഥനെ ചന്ദ്രനെ മുടിയിൽ ധരിച്ചവളെ സ്മിതമുഖീം ആപീനവക്ഷോരുഹാം സ്മിതമുഖീം മന്ദഹസിക്കുന്ന മുഖമുള്ളവളെ ആപീനവക്ഷോരുഹ തടിച്ചു എന്ന സ്ഥലങ്ങളുള്ളവളെ പാണിഭ്യമണിപൂർണ രത്നചഷകം കൈകളിൽ വണ്ട് ആർക്കുന്ന നിറഞ്ഞ രത്നകുംഭം രത്നചഷകം വെച്ചവളെ ദത്തോൽപലം വിഭ്രതി ചുവന്ന താമരപ്പൂ പിടിച്ചവളെ സൗമ്യയായ രത്നഘടസ്ഥ രത്നകുംഭത്തിന്മേൽ വച്ച രക്തചരണം ചുവന്ന പാദമുള്ളവളെ പരാമംബിക പരമമായ അമ്മയെ ധ്യാനിക്കുമാറാകണമേ. ഒരൊറ്റ ധ്യാന ശ്ലോകമാണിത്. സിന്ദൂരം പോലെ അമ്മ ചുവന്നിരിക്കുന്നു. ശിരസിൽ എന്തിനാ ചന്ദ്രനെ ധരിച്ചിരിക്കുന്നു. കയ്യിലാണെങ്കിൽ വണ്ടുകൾ ആർക്കുന്ന തേൻ നിറഞ്ഞ കുംഭം വെച്ചിരിക്കുന്നു. വീഞ്ഞ് നിറച്ചൊരു കുംഭത്തെ വെച്ചിരിക്കുന്നു. കാലുകളാണെങ്കിൽ ചുവന്ന കാലുകൾ, രത്നങ്ങൾ പതിച്ച കുടത്തിന്മേൽ കാലുകൾ എടുത്തു വെച്ച് കയ്യിൽ ഇങ്ങനെ ഒരു ചുവന്ന താമരപ്പൂവിനെ ആട്ടി അമ്മ ഇങ്ങനെ ഇരിക്കുന്നു. അമ്മ ഇങ്ങനെ അങ്ങനെ ഒരു അമ്മ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും നമുക്ക് ഭയമാകും അമ്മയെ കണ്ടാലല്ലേ. നമ്മളുടെ രൂപം നമുക്ക് മനസ്സുകൊണ്ട് പോലും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു രൂപം അമ്മ. പത്മാസനസ്ഥാം വികസിതവദന പത്മപത്ര ആയതാക്ഷേ ആ താമരപ്പൂ പോലെ വിടർന്ന മുഖമുള്ളവളെ പത്മപത്ര ആയത താമര ഇതൾ പോലെ നീണ്ട അക്ഷീം കണ്ണുകളുള്ളവളെ ഹേമാഭാം പീതവസ്ത്രം സ്വർണ്ണ ശോഭയുള്ള മഞ്ഞ വസ്ത്രം ധരിച്ചവളെ കരകളിതള സദ്വേമ പത്മാഭരാംഗേ കരകളിത കരങ്ങളിൽ ഏന്തിയ ഹേമപത്മം സ്വർണ്ണ താമരയുള്ളവളെ സർവ അലങ്കാരയുക്ത സർവ അലങ്കാരത്തോടും കൂടിയവളെ സതതം അഭയതാം ഭക്തനമ്രാം ഭവാനേ എല്ലായ്പ്പോഴും അഭയം നൽകുന്നവളെ ഭക്തൻ നമിക്കുന്ന ഭവാനേ ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീ ശ്രീയാകുന്ന വിദ്യയെ തരുന്നവളെ ശാന്തയായ മൂർത്തികെ സകലസുരനുതാം സകല ദേവന്മാരും വന്ദിക്കുന്നവളെ സർവസമ്പൽപ്രദാത്രീ സർവസമ്പത്തും നൽകുന്നവളെ ധ്യാനിക്കുമാറാകണമേ. സകുങ്കുമ വിലേപനാമണിക ചുംബികസ്ഫുരിക കുങ്കുമം ചേർന്ന ലേപനം പൂശിയവളെ അണിക ചുംബികസ്ഫുരിക നെറ്റിയിൽ തൊട്ട
കസ്തൂരിയുള്ളവളെ അളിക സ്ഥലം നെറ്റിത്തടത്തിൽ കസ്തൂരി തൊട്ടവളെ ഈക്ഷണാം സമന്ദഹസിത മന്ദഹാസത്തോടെ നോക്കുന്നവളെ ശശരക്ഷാപപാശമങ്കുശം അശേഷ ജനമോഹിനി ശശരക്ഷാപപാശം അങ്കുശം ശരം വില്ലും പാശം തോട്ടിയും എന്നിവ ധരിച്ചവളെ മുഴുവൻ ജനങ്ങളെയും മോഹിപ്പിക്കുന്നവളെ അരുണമാല്യ ചുവന്ന മാല ആഭരണങ്ങളിവയാൽ ജ്വലിപ്പോളെ ജപാകുസുമഭാസുര ജപവിതോ സ്മരേത് അംബിക. ചെമ്പരത്തിപ്പൂവിന്റെ ശോഭയുള്ളവളെ ഞാൻ നമിക്കുന്നു. നമ്മൾ അതുകൊണ്ടാണ് ചെമ്പരത്തിപ്പൂ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കും അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അമ്മയുടെ നിറമാണ്. അരുണാം കരുണാതരംഗിനാക്ഷിം അരുണാം ചുവന്ന നിറമുള്ളവളെ കരുണാം കാരുണ്യം ഓളം വെട്ടുന്ന കണ്ണുകളുള്ളവളെ കരുണാം തരംഗിത അക്ഷീം കരുണ ഓളം വെട്ടുന്ന കണ്ണുള്ളവളെ പാശം അങ്കുശം പുഷ്പബാണം ചാപം ധൃതാ കയറും തോക്കിയും അമ്പുകളും കരിമ്പിൻ വില്ലും ധരിച്ചവളെ അണിമ മുതലായ ആദിയായവയുടെ ആ മയൂഖൈ പ്രകാശത്താൽ മയൂഖൈർ ആവൃത മൂടി നിൽക്കുന്നവളെ മഹേശ്വരിയെ അഹം ഞാൻ ഏക വിഭാവയ പ്രകാരം ധ്യാനിച്ചു കൊള്ളുന്നു. ധ്യാന ശ്ലോകം മാത്രം ചൊല്ലിയാൽ മതി. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകും, നമുക്ക് ഭയങ്കര ആനന്ദമാകും. അമ്മയെ എത്രമാത്രം ചൊല്ലിയെങ്കിലും ഒന്ന് സ്തുതിക്കാൻ സാധിച്ചാൽ മതി. അപ്പൊ ഈ ലളിതാ സഹസ്രനാമത്തെ ഇങ്ങനെ നമ്മളൊന്ന് ചൊല്ലി എന്ന് അർത്ഥം പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റും? ആലോചിച്ചു, എത്ര മനോഹരമായൊരു വർണ്ണനയാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഇതിന്റെ കൂടുതൽ സയൻസിലേക്കൊന്നും ഞാൻ കടക്കില്ല. അതൊക്കെ നമ്മൾ കുറെ ദിവസം കൊണ്ട് ഇരുന്ന് പറഞ്ഞാൽ മാത്രമേ ഇതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാകൂ. ലോകമുണ്ടായത്, നമ്മുടെ പ്രപഞ്ച സൃഷ്ടി എങ്ങനെ ഉണ്ടായതാണ്, നമ്മളുടെ ജനനം എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കാൻ ഒരുപാട് സമയമെടുക്കും. ഞാൻ ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് മാത്രം, ലളിതാ സഹസ്രനാമത്തിന്റെ ശക്തി, ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഗുണം, നമ്മുടെ ശരീരത്തിൽ അതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഒന്നുമില്ലെങ്കിലും അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുവാൻ നമ്മൾ ജനിച്ച് മരിക്കുന്നവരെ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ശ്വാസകോശം, അല്ലേ? ശ്വാസകോശം മരിക്കുന്ന ദിവസമേ അത് നിലനിൽക്കൂ. ശ്വാസകോശം മാത്രമല്ല, ഹൃദയവും ഒക്കെ അങ്ങനെയാണ്. ശ്വാസകോശത്തിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു നാമമാണ് ഈ 40 മിനിറ്റ് നിങ്ങൾ ഈ ലളിതാ സഹസ്രനാമം തുടർച്ചയായി ചൊല്ലി നോക്കൂ. വിയർക്കും, അല്ലേ? നമ്മൾ വിയർക്കും. ആദ്യ സമയത്തൊക്കെ എനിക്കിത് 1 പേജ് 2 പേജൊക്കെ ചൊല്ലുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ലളിതാ സഹസ്രനാമം ആ അക്ഷരത്തിന്റെ ശക്തിയോടുകൂടി, ആ അക്ഷര പ്രാണശക്തിയോടുകൂടി, ആ അതൊക്കെ ശക്തിയായിട്ട് ആ അക്ഷരങ്ങൾ നിങ്ങൾ ചൊല്ലുമ്പോൾ ഒരു അക്ഷരം പോലും തെറ്റാതെ ചൊല്ലി പഠിക്കണം, തെറ്റാതെ ചൊല്ലാൻ പഠിക്കണം. ആ തെറ്റാതെ ചൊല്ലുമ്പോൾ മാത്രമാണ് അതിന്റെ പൂർണ്ണമായ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകാൻ സാധിക്കും. നമുക്ക് ആ ശ്വസനക്രിയ ശരിയായി വരികയുള്ളൂ. നിങ്ങൾ അങ്ങനെ ചൊല്ലണമെന്നാണ്. അക്ഷരത്തെറ്റില്ലാതെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, അക്ഷരത്തെറ്റില്ലാതെ ചൊല്ലാൻ പഠിക്കണം. ആരോഗ്യം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, സമ്പത്തുണ്ടാകും, ധനസമൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ കുട്ടികളില്ലാത്തവർക്ക് പുത്രലാഭം വരെ ഉണ്ടാകുമെന്നാണ് ഇതിന്റെ ഫലശ്രുതിയിൽ പറയുന്നത്. ലളിതാ സഹസ്രനാമത്തിന്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടിയോ? പണ്ടാസുരൻ എന്താണെന്നും പണ്ടാസുരന്റെ മക്കളൊക്കെ പറയുന്നവര്, അതൊക്കെ ഒരു കഥയാണെങ്കിൽ പോലും ഇത് നമ്മൾ വേഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പുരാണ കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ലളിതാ സഹസ്രനാമത്തിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥം ഇങ്ങനെ നമ്മൾ വിശദീകരിച്ച് പറയണമെങ്കിൽ ഒരു 1-2 ദിവസമൊക്കെ എടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ജ്ഞാനശ്ലോകത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ആവോ? നിങ്ങൾ ഓരോ വാക്കായിട്ട് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും. അപ്പം ലളിതാ സഹസ്രനാമത്തിൽ ചെറിയൊരു അറിവ് ഞാൻ നിങ്ങൾക്ക് നൽകി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എനിക്ക് ഇത്രയും പേരെ കാണാൻ സാധിച്ചാലും
നിങ്ങൾ ഇത്ര പേരും എൻ്റെ വാക്കുകൾ കേൾക്കാൻ ഇവിടെ ഇരുന്നതിലും ഒക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത് ചൊല്ലാൻ പഠിപ്പിക്കണം. നിങ്ങൾ അക്ഷരസ്ഫുടത ഉണ്ടാകും നമ്മുടെ കുട്ടികൾക്ക്. ഇതാ വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലിയാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല മലയാളമൊക്കെ സംസാരിക്കാൻ നല്ല അക്ഷരസ്ഫുടത ഉണ്ടാകും. നമ്മളും അങ്ങനെ തന്നെ ചൊല്ലണം. നമുക്ക് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് അക്ഷരസ്ഫുടത ഉണ്ടാകാൻ എളുപ്പമൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഓരോ അക്ഷരങ്ങളായിട്ട് അതിന് ഓരോ വര ഇട്ടിട്ട് പതിയെ വീട്ടിലിരുന്ന് ഓരോ അക്ഷരങ്ങളായിട്ട് ചൊല്ലി നോക്കണം. എല്ലാ അക്ഷരവും നമ്മുടെ നാവിൽ വരണം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മാറും. അതുകൊണ്ട് എല്ലാ അക്ഷരങ്ങളും മുറിക്കാതെ ചൊല്ലാൻ പഠിക്കണം കേട്ടോ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി. നമ്മൾ ആദ്യം ചൊല്ലുമ്പോൾ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത. ഇങ്ങനെ മുറിച്ചു മുറിച്ചു പാടുമ്പോൾ ചിലപ്പോൾ മുറിക്കാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട്. ഞാൻ ചൊല്ലുമ്പോൾ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ ഭാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷുഗോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധിക സത്കജ കുരുവിന്ദ മണിശ്രേണീക കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രാജത് അളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭാമൃഗനാഭി വിശേഷക വദന സ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മി പരിവാഹ ചലന്മീനാഭലോചന നവചമ്പക പുഷ്പാഭാനാസ ദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോടുവ മണ്ഡല പത്മരാഗശിലാദർശ പരിഭാവിക പോലഭൂ നവവിദ്രുമബിംബ ശ്രീന്യക്കാരി രതനച്ഛത. ഇച്ഛയൊക്കെ നല്ലപോലെ ഉച്ചരിക്കണം. ദംഷ്ടോജ്വല അക്ഷമാലാധിധര രുധിര സംസ്ഥിത കാളരാത്ര്യാദിശക്ത്യൗഘവൃത സ്നിഗ്ധൗധനപ്രിയ മഹാവീരേന്ദ്ര വരദ രാഗണ്യംബ സ്വരൂപിണി മണിപൂരാബ്ജ നിലയ വദനത്രയ സംയുത. ഇങ്ങനെ അക്ഷരങ്ങൾക്ക് നല്ല കട്ടി കൂട്ടി പറയണം. അപ്പൊ അക്ഷരങ്ങളെല്ലാം നാവിൽ വരും. നമ്മൾ ലഘുവായിട്ട് ഇത് പാടിപ്പോകരുത്. നമ്മുടെ വാഗൊണ്ട് മാത്രം ഉച്ചരിക്കരുത്. നാഭിയിൽ നിന്ന് ഇത് വരുന്ന രീതിയിൽ ചൊല്ലണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഇത് പ്രവർത്തിക്കുന്നത്. നമ്മൾ വെറുതെ വാക്കുകൊണ്ട് ഇത് വായിച്ചു പോയാൽ നമുക്കൊരു ഒന്ന് ഫീൽ ചെയ്യില്ല. നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. നമുക്കൊരു ശരിക്കും ഒരു പ്രാണ ഊർജം അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡിവൈനിറ്റി നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ അങ്ങനെ തോന്നിയിട്ടില്ലേ? നമ്മളിത് ചൊല്ലുമ്പോൾ കണ്ണടച്ചിരുന്ന് ചൊല്ലുന്ന അമ്മമാർക്കൊക്കെ ഇത് ഫീൽ ചെയ്യും. എവിടെ ഇരുന്നാലും ദേവി നമ്മുടെ അടുത്ത് വന്നിരിക്കും എന്നാണ്. ശരിക്കും അതല്ല സംഭവിക്കുന്നത്. ഈ ഭഗവതി എവിടാന്ന് ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നമ്മളിത് ചൊല്ലുമ്പോൾ ഭഗവതി കണ്ണു തുറന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അല്ലാതെ ഈ അമ്പലത്തിൽ ഇരിക്കുന്ന ഭഗവതി ഒന്ന് ഓടി നമ്മുടെ അടുത്ത് വരികയല്ല ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവതി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ അത് ഉണർന്നിരുന്നത് കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കിട്ടുന്ന അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് പിന്നെ വേറെ എന്ത് വേണം നമുക്ക്? ഇങ്ങനെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ മന്ത്രത്തിന്റെ ഒരു ശക്തി നമ്മളെ കവചമായിട്ട് നമ്മളെ സംരക്ഷിച്ചു കൊള്ളും. നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കും. നമ്മുടെ വലയ്ക്ക് ദൈവമേ ഇതെന്താണ് ഇങ്ങനെ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ വരും. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ അന്വേഷിച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എൻ്റെ കൺമുന്നിൽ തന്നെ വരും. നമ്മൾ ഈ ചൊല്ലുമ്പോൾ അതാണ് ജീസസ് ക്രൈസ്റ്റ് ഒക്കെ കൈകൊണ്ട് കാണിച്ചാൽ ആളുകൾക്ക് സൗഖ്യമായിട്ടിരിക്കുന്നു. അവരുടെയൊക്കെ ആ പവർ, അവരുടെയൊക്കെ ആ ആത്മീയ ശക്തി അത് അവരുടെ ഓരോ അംഗങ്ങളിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മന്ത്രദീക്ഷ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ഒരു ശക്തിയും ഒരാളും നമ്മളോടൊന്നും പറയാൻ ധൈര്യപ്പെടില്ല. അത്രമാത്രം ഒരു പോസിറ്റിവിറ്റി നമുക്കുണ്ടാവും. നമ്മൾ ഇരിക്കുന്ന ഇടം ഐശ്വര്യപ്രദമായി മാറും. അപ്പോൾ ഇന്ന് തൊട്ട് എല്ലാവരും ഇതൊരു ഉപാസനയായിട്ട് കരുതി പതിയെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടി ഭർത്താക്കന്മാരെ കൂടി, സാധാരണ ഈ ആണുങ്ങൾ നാമം ചൊല്ലാനൊന്നും ഇരിക്കാറില്ല. അവർക്ക് അത്ര ക്ഷമയില്ല. അതുകൊണ്ടാണല്ലോ നമ്മളെ പ്രസവിക്കാനായിട്ട് ഭഗവാൻ തിരഞ്ഞെടുത്തതല്ലേ. 9 മാസമൊക്കെ നമ്മൾ ഈ കുഞ്ഞിനെ കൊണ്ട് നടന്ന് നമ്മൾ ആരോടും പരാതിയൊന്നും പറയത്തില്ല.
ഇതെല്ലാം കഷ്ടപ്പാട് സഹിക്കും. അത്രയും ക്ഷമയും സഹനശക്തി ഉള്ളതാണ് സ്ത്രീകൾ. അതുകൊണ്ട് നമ്മളായിരിക്കും ഏറ്റവും കുടുംബത്തെ ആദ്യമേ ഈശ്വരന്റെ സന്നിധിയിലേക്ക് വരുന്നത്, അല്ലേ? ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ. നമ്മൾ ഈ നാമം ചൊല്ലുന്ന നാവ് കൊണ്ട് ഒരാളെ ഒന്നും പറയാൻ പോകരുത്. ചിലപ്പോൾ അവർക്കൊക്കെ അതൊക്കെ ഫലിക്കും. ദുഃഖിക്കുമ്പോഴൊക്കെ നമ്മൾ എന്നും പറഞ്ഞു പോയാൽ അത്രമാത്രം ശക്തിയുണ്ട് നമ്മുടെ നാവിന്. ശക്തിയിൽ 4 ശബ്ദവാണികളാണ് നമുക്കുള്ളത്. പരാ, പ്രത്യക്, ചിതുരൂപ, പശ്യന്തി, പരദേവത, മധ്യമ, വൈഖരി, രൂപ, ഭക്ത, മാനസ, ഹംസിക എന്ന് നമ്മൾ ചൊല്ലുന്നില്ലേ? പര, പശ്യന്തി, മധ്യമ, വൈഖരി. പര എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വാക്ക് നമ്മുടെ ബ്രെയിനിൽ തരുന്ന സിഗ്നലാണ് പരാവാണി. പശ്യന്തി വാണി എന്ന് പറഞ്ഞാൽ ആ സിഗ്നൽ നമ്മുടെ നാഡീ വ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴുള്ള സിഗ്നലാണ് പശ്യന്തി വാണി. പിന്നെ അത് അനാഹതത്തിൽ വരും മധ്യമാവാണി, നാവിൽ വൈഖരിയായിട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് ഈ ശബ്ദം നമ്മുടെ നാവിലൂടെ വരുന്നത്. ഈ വാക്കുകൊണ്ട് വേറൊന്നും സംസാരിക്കരുത്. അതാണ് പഴയ അമ്മച്ചിമാര് പറയും, നാവിൽ സരസ്വതി ഇരിക്കുന്ന നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. പറയത്തില്ലേ? ഈ വാക്കുകൊണ്ട് അനക്ഷരങ്ങളൊന്നും പറയരുത്. പാട്ട് പാടിക്കും ഇഷ്ടം പോലെ. അതാ ഞാൻ പറഞ്ഞത്, ഇത് ആർക്ക് വേണമെങ്കിലും ചൊല്ലാം. അക്ഷരം വായിക്കാൻ അറിയാവുന്ന ആർക്കും ചൊല്ലാം. അമ്മമാർക്ക് ചൊല്ലാം. ഋതുവായ പെണ്ണിനും ഇരപ്പൻ ഉദാഹകനും, അങ്ങനെ ഒരു വാക്യം നമ്മൾ ഹരിനാമകീർത്തനത്തിൽ പറയാം. അതുകൊണ്ട് ആർക്കും എപ്പ വേണമെങ്കിലും ചൊല്ലാം, ഏത് സമയത്തും ചൊല്ലാം. ഋതുവായിരിക്കുമ്പോൾ ഗ്രന്ഥം തുടരുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് മാറിയിരുന്ന് ഭഗവതിയെ വിളിക്കുന്നുണ്ട്. ഭഗവതിയിൽ നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഭഗവതി നമ്മുടെ ഉള്ളിലുള്ള ആളാണ്. നമ്മൾ അശുദ്ധമായിരിക്കുമ്പോൾ ആ ഭഗവതി ഓടിപ്പോകുമൊന്നുമില്ല. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും ഭഗവതിയെ സ്തുതിക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാ കുടുംബത്തും സന്തോഷം, സമാധാനം, ഐശ്വര്യം. ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു പ്രഭാഷണം വെച്ചാൽ അങ്ങനെ ആരും വരാല്ല. ഇപ്പൊ പ്രായമായവർക്ക് പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഈ ആധ്യാത്മിക അറിവെന്നൊക്കെയാണ് എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത്. പ്രായമായിട്ട് വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെ വന്നാൽ ഇതെന്തെങ്കിലും ഇച്ചിരി കേട്ടേക്കാന്ന് പറഞ്ഞ് വയസ്സായ ആളുകൾ, അവരോട് ഇത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നമ്മുടെ യുവതലമുറയല്ലേ ഇത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത്രയും ആളുകളെ കണ്ട് അവരെല്ലാം ക്ഷമയോടെ ഇത് കേട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒത്തിരി താങ്ക്സ് നിങ്ങളോട്. എല്ലാവർക്കും ഇത് നിങ്ങളുടെ ഐശ്വര്യമായിട്ട് വിളങ്ങട്ടെ. നിങ്ങളെല്ലാവരെയും ദേവി അനുഗ്രഹിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലയിൽ വരും. നിങ്ങൾക്ക് ശാന്തി, സമാധാനം, സന്തോഷം എല്ലാം ഉണ്ടാകും. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ ഭഗവതി തരട്ടെ, വാരിക്കോരി തരട്ടെ. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ അമ്മയല്ലേ, നമ്മളെ പോയെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ മോളെ എന്നും പറഞ്ഞ്, അത് അമൃതാനന്ദമയുടെ അടുത്ത് പോയിട്ടുള്ളവർക്ക് അറിയാം. നമ്മളങ്ങോട്ടൊന്ന് ചെന്നാൽ മതി. അമ്മ കെട്ടിപ്പിടിച്ച് എൻ്റെ മോളെ, എൻ്റെ മോളെ, എൻ്റെ മോളെ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ വിളിക്കാൻ ഒരു അമ്മ ഇതാണ് കാണപ്പെട്ട ദൈവം. അതുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ സമൂഹത്തിന്റെ മോശമായ വഴിയിലേക്കൊന്നും പോവാതെ ദൈവത്തെ വിളിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കർത്തവ്യം എന്താണ്? നമ്മൾ ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്നതോടൊപ്പം നല്ല തലമുറകളെ വാർത്തെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഭഗവാനും ഭഗവതിയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാളത്തെ പൗരന്മാരാണ്. അവരാണ് ഈ ലോകത്തിന്റെ ചക്രം തിരിക്കേണ്ടത്. ഈ ലോകത്തിന്റെ സ്വത്ത് അവരാണ്. അതുകൊണ്ട് അവരെ നന്നാക്കാൻ വേണ്ടി നമ്മൾ അഹോരാത്രം നമ്മൾ കഷ്ടപ്പെടുകയും വേണം, പണിയെടുക്കുകയും വേണം. ഒപ്പം നമ്മൾ ആത്മീയ ജ്ഞാനം അവർക്ക് കൊടുക്കുകയും വേണം. മറ്റുള്ളതൊക്കെ നമുക്ക് വിട്ട് കളയാം. ഒരു മോശമായ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി നമ്മളുടെ ഈ പ്രഷ്യസ് ആയിട്ടുള്ള ജീവിതം നമ്മൾ എന്തിനാണ് തൊലച്ചു കളയുന്നത്? ഒരു അഞ്ച് നിമിഷത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തെ ഒരു സംതൃപ്തിക്ക് വേണ്ടി എന്തിനാണ് നമ്മളുടെ പൈസയും നമ്മളുടെ ആരോഗ്യവും നമ്മുടെ ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രവർത്തനമാണ് നാമങ്ങൾ കൊണ്ടും ക്ഷേത്രങ്ങളിൽ വന്ന് തൊഴുന്നത് കൊണ്ടും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനകത്ത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒരു നടക്കുന്നതിന്റെ ഒരു പ്രയോജനമുണ്ടാവും. പണ്ട് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രകുളം ഉണ്ടായിരുന്നു. നമ്മൾ തോർത്തൊക്കെ കെട്ടി ക്ഷേത്രത്തിൽ കുളിച്ചിട്ട് ആ ഈറനോടെ വന്ന് ക്ഷേത്രത്തിൽ വലം വെച്ച് തൊഴും. ഇപ്പൊ പക്ഷെ അതൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒരു ക്ഷേത്രത്തിലും കാണുന്നില്ല അതൊന്നും. അതെന്തിനാണ്? ആ തോർത്തിന്റെ നനവ് നമ്മുടെ അരയിൽ ചുറ്റുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള ആ ചൂട് അഗ്നി അടങ്ങും. ആൽമരം വെച്ച് പിടിപ്പിക്കുക, അതിന്റെ ചോട്ടിൽ കിടന്നുറങ്ങാനും ഇരിക്കാനും പറയും. എന്തുകൊണ്ടാണ്? ഓക്സിജന്റെ ഒരു സ്റ്റോറേജ് ആണ് ആൽമരം എന്ന് പറയുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നോക്കൂ. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ മനുഷ്യ പരമ്പരയ്ക്ക് ചെയ്തു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കാൻ ഇടയാകട്ടെ. ഇനി ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല, തൽക്കാലം നിർത്തുന്നു. വീണ്ടും ഈ മണ്ണിലേക്ക് കാല് കുത്തുവാൻ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്നെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച
സുധീഷൻജിയോടാണ് എനിക്ക് ഒത്തിരി കടപ്പാട്. ബാക്കി ഞാൻ വന്നപ്പോൾ എന്നെ സ്നേഹപൂർവ്വം കൈക്കൊണ്ട സ്വീകരിച്ച എനിക്ക് എല്ലാ അതിഥി സൽക്കാരം ഒരു വലിയൊരു അതിഥി വരുന്ന പോലെ എന്നെ സ്വീകരിച്ച വീട്ടുകാരോടും എൻ്റെ സഹോദരിമാരോടും ഒക്കെ നൂറ് നന്ദി പറയുന്നു. ഇവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളോടും തീരാത്ത നന്ദിയും കടപ്പാടും കൃതജ്ഞതയും അറിയിക്കുന്നു. അതിനോടൊപ്പം എനിക്ക് നല്ല സൗണ്ട് ഒരുക്കി തന്ന സൗണ്ട് സിസ്റ്റത്തിനോടും വീഡിയോ എടുത്ത സഹോദരന്മാരോടും എല്ലാവരോടും പുറത്തു നിന്നും കേൾക്കുന്ന സഹോദരന്മാരോടും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മേൽക്കുമേൽ ഐശ്വര്യവും ധനസമൃദ്ധിയും ഉണ്ടാവട്ടെ.